لله الحمد لله الواحد القهار العزيز الجبار قابل التوب شديد العقاب ذي الطول وصلى الله على محمد وسلم تسليما كثيرا. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان خير الكلام كلام الله وخير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الناس أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون. ബഹുമാന്യരായ വിശ്വാസിനി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ടുകൊണ്ട് അവന്റെ കൽപ്പനാ വിരോധനങ്ങളെ കൃത്യമായി സൂക്ഷിച്ചു പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയും അല്ലാഹു അവന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഉത്തമ ദാസന്മാരിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. രണ്ട് കുടുംബങ്ങളെ ബാധിച്ച രണ്ട് വലിയ അപകട മരണങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ പശ്ചാത്തലത്തിൽ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാർത്ഥനയുമാണ് കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ചത്. അതിൻ്റെ മറ്റൊരു വശത്തെ സംബന്ധിച്ച് അല്പം ചില കാര്യങ്ങൾ കേട്ടുപരിചയമുള്ള ഒരുപാട് തവണ പഠിച്ച കാര്യങ്ങൾ സാന്ദർഭികമായ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്താൻ ആഗ്രഹിക്കുന്നു. ഖുലഫാഉ റാഷിദുകളുടെ ഭരണ കാലഘട്ടത്തിന് ശേഷം അമവി ഖിലാഫത്തിൽ ജീവിച്ചിരുന്ന പ്രമുഖനായ ഇറാഖിലെ ബസ്രയിൽ ജീവിച്ചിരുന്ന പ്രഗത്ഭനായൊരു കവിയാണ് അബ്ദുൽ മലിക് ബിൻ ഖുറൈബ് അൽ അസ്മഈ. അൽ അസ്മഈ എന്ന പേരിലാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഒരനുഭവം 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പ്രമുഖനായ ഇസ്ലാമിക പണ്ഡിതൻ അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഉയൂനുൽ ഹിക്കായത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഭവം. അസ്മഈ രസികനായ വിശുദ്ധ ഖുർആനിൽ ജ്ഞാനമുള്ള ബദവിയായ ഗ്രാമീണനായ ഒരു കവിയാണ്. അദ്ദേഹം തന്റെ സുഹൃത്തുമൊത്തുകൊണ്ട് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഒരു സന്ദർഭം. അവർക്ക് വഴി തെറ്റിപ്പോയി. മരുഭൂമിയിൽ വെച്ച് എങ്ങോട്ട് പോകണമെന്നറിയാതെ 4 വശവും നോക്കിയപ്പോൾ വലതുഭാഗത്ത് വിദൂരതയിൽ ഒരു ചെറിയ വീട് കാണുകയാണ്. അസ്മഈയും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ആ വീടിനകത്തേക്ക് കയറി ചെന്ന സന്ദർഭം അവിടെ വൃദ്ധയായ ഒരു സ്ത്രീ കിടക്കുകയായി. അവരോട് സലാമോദി അവര് സലാം അടക്കി നിങ്ങൾ എവിടെ നിന്ന് വരുന്നു ചോദിച്ചു. വഴിതെറ്റി വഴിയറിയാതെ കയറി വന്നതാണ്, നല്ല വിശപ്പുണ്ട്, ഭക്ഷണം വേണം എന്ന്
അവരാവശ്യപ്പെടുകയും അവർക്ക് വേണ്ടിയുള്ള ആ ഭക്ഷണം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വീടിന്റെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു ഒട്ടകത്തിന്റെ പുറത്ത് ഒരാൾ ദൂരെ നിന്ന് വിദൂരതയിൽ നിന്ന് കടന്നു വരുന്നു. ആ സമയത്ത് ഈ സ്ത്രീ പറഞ്ഞു, ആ വരുന്ന ഒട്ടകം എൻ്റെ മകൻ അഖീലിൻ്റെതാണ്. പക്ഷെ ഒട്ടകത്തിന്റെ പുറത്തിരിക്കുന്നത് അഖീലല്ല. പ്രായം ചെന്നിട്ടുണ്ട്. വളരെ ദൂരം നിന്ന് തന്നെ ആ മാതാവിന് പുറത്തിരിക്കുന്ന ആളെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. കയറി വന്ന ആഗതൻ പറഞ്ഞു, യാ ഉമ്മ അഖീൽ അസ്സലാമു അലൈക. അഖീലിന്റെ ഉമ്മ, നിങ്ങൾക്ക് സലാം. അഅ്ളമുല്ലാഹു അജ്റക ഫീ അഖീൽ. അഖീലിന്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ. ഇത് കേട്ടപ്പോ ആ ഉമ്മ ചോദിച്ചു, ഖദ് മാത അഖീൽ, അഖീൽ മരിച്ചോ? അദ്ദേഹം പറഞ്ഞു, അഖീല് മരണപ്പെട്ടു. ഒട്ടകങ്ങൾ പരസ്പരം തിരക്ക് കൂട്ടിയപ്പോ കിണറിലേക്ക് വീണ് നിങ്ങളുടെ മകൻ മരിച്ചിരിക്കും. ആ ഉമ്മ ഒരു കത്തിയെടുത്ത് ഈ ആഗതന്റെ കൈവശം കൊടുത്ത്, പുറത്ത് കൂട്ടിൽ ആടുണ്ട്, ഒരാടിനെ അറുത്ത് മാംസം റെഡിയാക്കി തരണം, അതിഥികളുണ്ട് വീട്ടിലെന്ന്. ഈ സംസാരം നടക്കുന്നതിന്റെ തൊട്ടു മുൻപ് അസ്മയും കൂട്ടുകാരനും കയറി വരും. ഇസ്ലാമിലെ ആതിഥ്യ മര്യാദ, പ്രത്യേക ടൗണല്ലാത്ത, താമസ സൗകര്യമില്ലാത്ത സ്ഥലങ്ങൾ അതിഥി കയറി വന്നാൽ 3 ദിവസം അവന് ഊട്ടണം എന്നുള്ളത് ഇസ്ലാമിലെ നിർബന്ധ നിയമം. എന്തിനാ വന്നതെന്ന് ചോദിക്കാൻ പാടില്ല, നിങ്ങൾ എപ്പോഴാ പോകണമെന്ന് ചോദിക്കാൻ പാടില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ആവശ്യപ്പെടുക കൂടി ചെയ്തു. മകന്റെ മരണവാർത്ത കേട്ട സന്ദർഭത്തിൽ ആ ഉമ്മ അതിഥികളെ ആദരിക്കുക, അവർക്ക് ഭക്ഷണം നൽകുക എന്ന ഇസ്ലാമിലെ നിർബന്ധമായ നിയമത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടി തന്നെ കൊണ്ട് നിർവഹിക്കാൻ കഴിയാത്ത ആ ചുമതല വീട്ടിലേക്ക് അപ്പോൾ കയറി വന്ന ആ വ്യക്തിയോട് ആവശ്യപ്പെടുന്നു. അദ്ദേഹം ആടിനെ ഇറക്കുന്നു, ഭക്ഷണം തയ്യാറാക്കുന്നു, എല്ലാവരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഭക്ഷണം കഴിഞ്ഞവർ വിശ്രമിക്കുന്ന സന്ദർഭത്തിൽ ഈ അജോസ് ഉമ്മു അഖീൽ അവര് ചോദിക്കുന്നുണ്ട്, ഹൽ ഫീകും അഹദുൻ യഹ്സിനു മിൻ കിതാബില്ലാഹ്, അള്ളാഹുവിന്റെ വേദഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുമോ? ഖുർആൻ പഠിച്ച ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ? അസ്മാഇ പറഞ്ഞു, ഉണ്ട്, ഞാൻ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഫഖറഉ അലാ ആയാത്തിൻ, കുറച്ച് ആയത്തുകൾ എനിക്ക് നിങ്ങൾ ഓതി കേൾപ്പിച്ചു തരണം. അത് എന്റെ മനസ്സിന് ആശ്വാസം നൽകുന്നതായിരിക്കും. മകന്റെ മരണ വാർത്ത കേട്ട് അതിനോട് അപക്വമായി ഒന്നും പെരുമാറാതെ ഇരിക്കുന്ന എന്റെ മനസ്സുകൾക്ക് ശാന്തി നൽകുന്ന വചനം കേൾപ്പിച്ചു തരണം എന്നാവശ്യപ്പെട്ട സന്ദർഭത്തിൽ അസ്മഇ ആ സമയത്ത് പാരായണം ചെയ്യുന്നത് ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങൾ കേൾപ്പിച്ച സൂറത്ത് ബഖറയുടെ 155, 156, 157 ആയത്തുകളായിരുന്നു. അദ്ദേഹം പാരായണം ചെയ്തു, വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമ പാലിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് സന്തോഷത്തിന്റെ വാർത്തയുണ്ട്, സന്തോഷ വാർത്തയുണ്ട്. ആരാണവർ? അല്ലദീന ഇദാ അസ്വാബതകും മുസീബ, അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ദുരന്തങ്ങൾ ബാധിച്ചാൽ, പ്രയാസങ്ങൾ ഉണ്ടായാൽ, ഫിത്നകൾ ഉണ്ടായാൽ, പരീക്ഷണങ്ങൾ നേരിട്ടാൽ, ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിങ്കൽ നിന്നുള്ളവരാണ്, ഞങ്ങൾ അല്ലാഹുവിങ്കലേക്ക് തന്നെ മടങ്ങി പോകേണ്ടവരുമാണ്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അവരുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് റഹ്മത്ത്, അവർക്ക് അല്ലാഹുവിന്റെ രക്ഷയും കാവലും സമാധാനവും ഉണ്ടായിരിക്കും. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായ ആളുകൾ, നേർമാർഗം പ്രാപിച്ച ആളുകൾ. ഈ ആയത്ത് കേട്ടപ്പോ ഉമ്മു അഖീൽ അത്ഭുതസ്തബ്ധയായി ചോദിച്ചു, ഇത് അള്ളാഹിന്റെ ഖുർആനിലുള്ള തന്നെയാണോ? അള്ളാഹുവിന്റെ ഖുർആനിനകത്തുള്ള വചനങ്ങൾ തന്നെയാണോ ഇത്? അതേ ഉമ്മ, ഇത് അള്ളാഹുവിന്റെ ഖുർആനിനകത്തുള്ള വചനങ്ങൾ. ശരി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, സബ്റുൻ ജമീൽ,
ഞാനിതാ പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞാൻ വളരെ ഭംഗിയായി ക്ഷമിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ ഉമ്മ തുടർന്നു കൊണ്ട് പറഞ്ഞ വാചകം, ഈ എന്റെ ബാധ്യത ഞാൻ പൂർത്തിയാക്കിയിട്ടു. ക്ഷമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലാവണം, അവർക്ക് സന്തോഷത്തിന്റെ വർത്തമാനമുണ്ടെന്ന അല്ലാഹു കൊടുത്ത വാഗ്ദാനം. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന ഇസ്തിർജാഇന്റെ വാചകം ഞാൻ പറയുകയും ചെയ്തിരിക്കുന്നു. റബ്ബേ, അഖീലിന് നീ പ്രതിഫലം നൽകണമേ. നീ നൽകിയ ഒരു ഓഫർ ഉണ്ട്, നിന്റെ പക്കൽ നിന്നുള്ള റഹ്മത്തും സലവാത്തും അത് എനിക്ക് നീ വർഷിപ്പിച്ചു തരികയും ചെയ്യണമേ. മാത്രമല്ല, നീ എങ്ങാനും ഒരാളെ ഭൂമിയിൽ ബാക്കി വെച്ചേക്കുമായിരുന്നുവെങ്കിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിന്റെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ഭൂമിയിൽ ബാക്കി വെച്ചേക്കുമായിരുന്നു. അത് സംഭവിച്ചിട്ടില്ല. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട മനുഷ്യരിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ മുഹമ്മദ് റസൂലുള്ളയാണ്. ആ റസൂലുള്ളയുടെ റൂഹിനെ പിടിച്ച അള്ളാഹുവേ, അഖീലിന്റെ റൂഹിനെയും പിടിച്ചു എന്നതിൽ ഞാൻ ക്ഷമ വിട്ട് ഒന്നും അപ്പുറത്തേക്ക് ഒന്നും പെരുമാറുകയില്ല എന്ന് ആ പറഞ്ഞ ഉമ്മ അഖീലിന്റെ അവര് മാനസികാവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുൻപിലേക്ക് ഞാൻ പകർത്തി വെക്കുകയാണ്. മരണവാർത്തകൾ, ഒരു കുടുംബത്തിൽ നിന്ന് 15 വയസ്സിന് താഴെയുള്ള മക്കൾ. 2 ദിവസം മുൻപ് പാനൂരിൽ നിന്ന് കേട്ട വാർത്ത, 19കാരിയായ പെൺകുട്ടി കുഴഞ്ഞ് വീണ് മരിക്കുന്ന കാഴ്ച. എത്രയോ ആളുകൾ ലൈവായിക്കൊണ്ട് ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും അത്തരക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ചെറുപ്രായത്തിൽ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് ബേജാറാവേണ്ടതില്ല. പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾ അവർ സ്വർഗത്തിന്റെ അവകാശികളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട മറ്റു ചില മേഖലകളുണ്ട്. മരണം സംഭവിക്കുന്ന സമയത്തുള്ള നമ്മുടെ നിലപാട് എന്തായിരിക്കും എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം, ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായ ഒരു സംഭവത്തെ ഒരു സ്വഹാബി പിൽക്കാലത്ത് എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ മകൻ മരണപ്പെടുന്ന സന്ദർഭം, ഖാലല്ലാഹു ലിമലായികതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റൂഹിനെ പിടിക്കുന്നതിന് വേണ്ടി ചുമതല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, അതിന്റെ നേതൃത്വം വഹിച്ച മലക്കുൽ മൗത്ത്, കൂടെയുണ്ടായിരുന്ന ആളുകൾ അവരോട് ചോദിക്കും, ഖബലതും വലദ അബ്ദി, എന്റെ അടിമയുടെ കുട്ടിയെ നിങ്ങൾ ഏറ്റെടുത്തുവോ, നിങ്ങൾ പിടിച്ചുവോ? ഫയഖൂലൂന നഅം, അതെ, ഞങ്ങൾ ആ കുട്ടിയുടെ റൂഹിനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഫയഖൂൽ ഖബലതും സമറതു ഫുആദി, അവന്റെ ഹൃദയത്തിന്റെ ഫലത്തെയാണോ നിങ്ങൾ ഏറ്റെടുത്തത്? ഫയഖൂലൂൻ, അതെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5 വയസ്സും 8 വയസ്സും 12 വയസ്സും പ്രായമുള്ള മക്കൾ മരണപ്പെട്ടു പോവുക എന്നുള്ളത് അവരുടെ ഹൃദയത്തെ പറിച്ചെടുക്കുന്നതിന് തുല്യമാണ്. ആ പ്രവർത്തനമാണോ നിങ്ങൾ ചെയ്തത്? മലക്കുകൾ പറയും, അതെ, അതാണ് ഞങ്ങൾ ചെയ്തത്. ആ സമയത്ത് അള്ളാഹുവിന്റെ ചോദ്യം, അബ്ദി, എന്റെ അടിമ, ഒരു മുസ്ലിമായ മുഅ്മിനായ അടിമ, അവന്റെ പ്രിയപ്പെട്ട മകന്റെ റൂഹ് തന്റെ കൺമുൻപിൽ വെച്ച് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ അവൻ എന്തായിരുന്നു നിങ്ങളോട് പ്രതികരിച്ച്? അവന്റെ പ്രതികരണം ഏതവസ്ഥയിലുള്ളതായിരുന്നു? ഫയഖൂൽ, ആ സമയത്ത് മലക്കുകൾ പറയും, ഹമിദക, അവൻ നിന്നെ സ്തുതിച്ചു. മകൻ മരിച്ചപ്പോൾ അൽഹംദുലില്ലാഹ് എന്നായിരുന്നു ആ അടിമ പറഞ്ഞത്. വസ്തർജഅ, അവൻ ഇസ്തിർജാഇന്റെ വാക്കും പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുകൂടി ആ അടിമ പറയുകയുണ്ടായി. ഫയഖൂലുല്ലാഹ്, ആ സമയത്ത് അല്ലാഹു പറയും, ഇബ്നു ലിഅബ്ദി ബൈതൻ ഫിൽ ജന്ന, ഇത് പറഞ്ഞ എന്റെ അടിമയുണ്ടല്ലോ, ചെറിയ കുട്ടി മരിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഇന്നാ ലില്ലാഹ് എന്ന് പറഞ്ഞ എന്റെ അടിമ, അവന് വേണ്ടി സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കുക. വസമ്മൂ ബൈത്തുൽ ഹംദ്, ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെച്ചു കൊടുക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമെന്ന് സ്വഹീഹായ ഹദീസിലൂടെ, ഇമാം മുസ്ലിം രേഖപ്പെടുന്ന ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുക. നമ്മുടെ നിലപാടുകൾ, മരണം നടക്കുന്ന സന്ദർഭത്തിൽ മരണത്തിന്റെ കാഴ്ചകൾ കാണുമ്പോൾ, ജീവിതത്തിന്റെ ദിവസങ്ങളിൽ മാസങ്ങളിൽ നമ്മോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും? ഓരോ വിശ്വാസിയും ഒന്ന് പുനർവിചിന്തനം നടത്തേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ഈമാൻ. അത് അങ്ങ് ഹിജ്റയുടെ 150കളിൽ
ബസറയുടെ മരുഭൂമികളിൽ ഉമ്മു അഖീലിന്റെ പ്രതികരണം, ആ പ്രതികരണമായിരുന്നുവോ നമ്മുടെയൊക്കെ പ്രതികരണങ്ങൾ ആകാനുള്ള സാധ്യത? നമ്മുടെയൊക്കെ വീടുകളിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ സംജാതമായാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ള ഒരു ചിന്ത, എത്രമാത്രം ഈമാനിൽ ശക്തമായി നമ്മൾ നിലകൊള്ളുന്നുണ്ട് എന്ന ഒരു ചിന്ത നമ്മിലുണ്ടായിരിക്കും. രണ്ടാമത്, വിഷയത്തിന്റെ മറ്റൊരു ഭാഗത്തെ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, പലപ്പോഴും ഈ വേർപെടലുകൾ, വാപ്പയും മകനും, ഉമ്മയും മകനും, ഭാര്യയും ഭർത്താവും ഒക്കെ പരസ്പരം ഉള്ള വേർപെടലുകൾ ഉണ്ടാകും. പലപ്പോഴും ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ നിർവഹിക്കപ്പെടേണ്ട ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും ഒക്കെ പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ നിരാശയുടെ വാചകങ്ങൾ പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും. പാപ്പാക്ക് ഇന്ന ആഗ്രഹം ഉണ്ടായിരുന്നു, അത് തീർത്തു കൊടുക്കാൻ സാധിച്ചില്ല, അപ്പൊ പോയി. അപ്പൊ ഉണ്ടായിരുന്നു മുമ്പില് പറയുന്നത് 40-കാരനോ 50-കാരനോ, പാപ്പാക്ക് 20-25 വയസ്സ് കൂടുതലുണ്ട്. 40-കാരനായ മകന്റെ മുൻപിൽ 65-കാരനായ രോഗിയായ വൃദ്ധനായ പിതാവുണ്ട്, 60-കാരിയായ ഉമ്മയുണ്ട്. പരസ്പരം നിർവഹിക്കപ്പെടേണ്ട ഇടപാടുകൾ, മര്യാദകൾ, ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നിടത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. എല്ലാ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് വാപ്പാന്റെ പ്രശ്നത്തിലേക്ക് തിരിയാം, ഉമ്മയുടെ പ്രശ്നത്തിലേക്ക് തിരിയാം. ഇത്തരം ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ മാറുകയും വളരെ അപ്രതീക്ഷിതമായി നമ്മിൽ നിന്ന് നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ വാപ്പമാർ, നമ്മുടെ ഉമ്മമാർ, നമ്മുടെ ഭർത്താക്കന്മാർ നമ്മെ വിട്ടുപോവുകയും നമ്മൾ ഇവിടെ വീടിനകത്ത്, റൂമിനകത്ത് ഒറ്റക്കായി, അടുത്ത ബന്ധുമിത്രാദികൾ ഖബറുകൾക്കകത്തായിരിക്കുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തെ ശക്തമായ സ്വാധീനം ചെലുത്തേണ്ടതുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതകളുണ്ട്. എത്രയോ ഖുതുബകളിൽ ആവർത്തിച്ച് പറഞ്ഞ കാര്യം വെറുതെ ഓർമ്മപ്പെടുത്തുക. ആ ബാധ്യതകളൊക്കെ പൂർത്തീകരിച്ച് നിർവഹിക്കുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. ഒന്നാമത്തെ അവരോട് നിർവഹിക്കേണ്ട ബാധ്യത അവർക്കൊരു നല്ല ഉമ്മയെ സെലക്ട് ചെയ്യുക എന്നുള്ളത്. 15-ാമത്തെ 16-ാമത്തെ വയസ്സിൽ മകൻ നഷ്ടപ്പെട്ടു പോകുമ്പോ, പ്രായപൂർത്തി എത്തി 2, 3, 4 കൊല്ലം കഴിഞ്ഞ് 19 വയസ്സ് പ്രായത്തിൽ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ നമ്മെ വിട്ട് പിരിയുമ്പോ, പ്രായപൂർത്തിക്ക് ശേഷം അവരുടെ ബോധത്തോടു കൂടിയുള്ള ജീവിത കാലഘട്ടം, അവർ ദീനിയായി വളരാൻ ആവശ്യമായ വിത്തിറക്കേണ്ട സമയം, അത് 4-ാമത്തെയും 5-ാമത്തെയും 6-ാമത്തെയും 8-10 വയസ്സുകളിൽ ഉമ്മയുടെ മടിത്തട്ടിൽ വെച്ച് നടക്കേണ്ട പ്രക്രിയയാണ്. അതിന് പര്യാപ്തയായ സ്യൂട്ടബിൾ ആയിക്കൊണ്ടുള്ള ഒരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നത് ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുമേ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി, ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. നമ്മുടെയൊക്കെ മക്കൾക്ക് വേണ്ടി നമ്മള് ഭർത്താക്കന്മാരെ, ഭാര്യമാരെ അന്വേഷിക്കാറുണ്ട്. എത്രമാത്രം ആ ഒരു മേഖലയിൽ നിങ്ങൾ അവരുടെ ദീനിന് മുൻഗണന കൊടുക്കണമെന്ന് പലതും പരിഗണിക്കേണ്ടതുണ്ട്, കുഫു വെക്കേണ്ടതുണ്ട്. സാമ്പത്തികമായ കുഫ്, വിദ്യാഭ്യാസപരമായ കുഫ്, നാഗരികമായ ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്നവരും പട്ടണത്തിൽ ജീവിക്കുന്നവരും ചിലപ്പോൾ മാച്ചായി പോയിക്കൊള്ളണമെന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കണം. പക്ഷേ ദീനിന് മുൻഗണന കൊടുക്കണമെന്ന റസൂലുള്ളാഹിയുടെ കൽപ്പന എത്രമാത്രം നമ്മൾ പ്രയോഗവൽക്കരിക്കാൻ, മരണം സംഭവിച്ച് പിന്നീട് സെലക്ട് ചെയ്ത് തീരുമാനമെടുത്ത് കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് പിന്നീട് അബദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ നിരാശയുടെ വാചകങ്ങൾ പറയുന്ന അവസ്ഥ നമ്മിലുണ്ടാകാതിരിക്കുവാനുള്ള ശ്രദ്ധ നമ്മൾ പ്രത്യേകമായി പാലിക്കപ്പെടേണ്ടതുണ്ട്. അബുൽ അസ്വദ് ദുഅലി പ്രഗത്ഭനായ താബിഈ പണ്ഡിതനാണ്. റസൂലുള്ളാഹിയുടെ കാലത്തെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി നേർക്ക് നേരെ കാണാൻ അവസരം ഉണ്ടായിട്ടുള്ള സഹാബിയുടെ മർത്തബയിൽ നിന്ന് താഴെ അദ്ദേഹം തന്റെ മക്കളെ വിളിച്ച് പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾ ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് നല്ല സമ്മാനം തന്നിട്ടുണ്ട്. നിങ്ങൾ ജനിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് നല്ല സമ്മാനം തന്നിട്ടുണ്ട്. അത് ദീനിയായ വിജ്ഞാനവും നിങ്ങളെ സംരക്ഷിക്കേണ്ട വിധത്തിലുള്ള സംരക്ഷണവുമാണ്. അതിനു മുൻപേ ഞാൻ നിങ്ങൾക്ക് സമ്മാനം നൽകിയിട്ടുണ്ട്. അതെങ്ങനെയെന്ന് മക്കൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നല്ല ഉമ്മയെ തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് മറുപടി പറയുന്ന അബുൽ അസ്വദ് ദുഅലിയെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നല്ല പേര് മക്കൾക്ക് വിളിക്കുക എന്നത് ഈ മിമ്പറിൽ നിന്ന് മക്കളുടെ പേരുകൾ തിരുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഖുതുബ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആരെങ്കിലും ഒന്ന് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു പോയിട്ട് എന്താ എന്റെ മോന്റെ പേര്, അതിന്റെ അർത്ഥം എന്താണ്, അത് മാറ്റേണ്ടതാണോ, അത് നിലനിർത്തേണ്ടതാണോ? ഒരു കുട്ടി മരിച്ചാൽ അവൻ ആകാശലോകം, അവന്റെ റൂഹ് കയറിപ്പോകുമ്പോൾ അവൻ വിളിക്കപ്പെടുക അവന്റെ പേരും അവന്റെ ഉപ്പയുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട മുഹമ്മദ് ഇബ്നു അബ്ദുല്ല.
അബൂബക്കർ ഇബ്നു അബൂബക്കർ എന്ന് വാപ്പയിലേക്ക് ചേർത്തിക്കൊണ്ടുള്ള ബന്ധത്തിന്റെ വിളി, ആ വിളിക്കുന്ന പേരുകളുടെ അവസ്ഥ എന്താ എന്നുള്ളത്, മക്കളോട് നിർവഹിക്കേണ്ട കടപ്പാടുകൾ മരിച്ചു പോയിട്ട് പിന്നെ തിരുത്താൻ സമയമുണ്ടായി, തിരുത്തിയില്ലല്ലോ എന്ന ഒരു നിരാശക്ക് അവസരമില്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്, ആ മക്കളെ നല്ലത് ഭക്ഷിപ്പിക്കണമെന്ന് ശ്രദ്ധിക്കാറുണ്ടോ? കച്ചവടം ചെയ്യുന്നിടത്ത് സൂക്ഷിക്കാറുണ്ടോ? കച്ചവടം ചെയ്യുന്നിടത്ത്, ഇടപാടുകൾ പൂർത്തിയാക്കുന്നിടത്ത് തന്റെ മക്കൾക്ക് ഞാൻ നൽകുന്ന ഭക്ഷണം അത് സമ്പൂർണമായി ഹലാലാണ് എന്ന് 100% ഉറപ്പ് പറയാൻ കഴിയുന്ന എത്ര ആളുകൾ എന്റെ സദസ്സിലുണ്ട്? തിരുത്തേണ്ടത് ഇപ്പോഴാണ്, തിരുത്തേണ്ടത് ഇപ്പോഴാണ്. മരണത്തിന് ശേഷം നാളെ ഒരു ആക്സിഡന്റ്, മറ്റൊന്ന് ഒരു പൊട്ടിത്തെറി, അതിന്റെ അടുത്ത ദിവസം ഒരു കുഴഞ്ഞു വീഴൽ, അത് പരിസരങ്ങളിലൂടെ കണ്ണിന്റെ മുൻപിലൂടെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതെന്റെ വീടിന്റെ പരിസരത്ത് കൂടിയും കടന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടുള്ള ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആ മക്കളെ ഇന്ന് കാലത്തിൻ്റെതായ ചില മാറ്റങ്ങൾ, മക്കളൊന്നും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലല്ലാത്തൊരവസ്ഥയുണ്ട്. മക്കളെ സതുപദേശങ്ങൾ നൽകിക്കൊണ്ട്, അവരുടെ ചുമലിൽ കൈയിട്ടുകൊണ്ട്, അവരോട് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് കാത്തു സൂക്ഷിച്ചുകൊണ്ട് എങ്ങനെയാണോ ഉപദേശങ്ങൾ ഫലപ്പെടുക അതിനുള്ള മാർഗങ്ങളെ ബോധപൂർവം സ്വീകരിച്ചുകൊണ്ട്, അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം അലൈഹിസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശങ്ങൾ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിന്റെ 11 മുതൽ 19 വരെയുള്ള വചനങ്ങളിലൂടെ അതുമാത്രം വിശദീകരിച്ചുകൊണ്ടുള്ള 1, 2, 3 ഒക്കെ തുടർച്ചയായ ഖുതുബകൾ ഈ മിമ്പറിൽ വെച്ച് നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തുകയാണ് എങ്ങനെയാണ് മകനെ കൈകാര്യം ചെയ്യേണ്ടത്. അതിന് സൂറത്തുൽ ലുഖ്മാനിന്റെ പരിഭാഷയെടുത്ത് തഫ്സീറെടുത്ത് വായിക്കണം എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്. മക്കളിൽ ദുശീലങ്ങൾ ഉണ്ടാകാം, ആ ദുശീലങ്ങളിൽ നിന്ന് അവർ ഒഴിവാകുന്നതിന് ആവശ്യമായ ഉപദേശങ്ങളും നല്ല ശീലങ്ങൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവരിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് അതൊരു ശീലമാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങളിൽ ബോധപൂർവമായ ഇടപെടലുകൾ നമ്മിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ മക്കൾ നല്ലവരായി കാണാൻ, ആ മക്കൾ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന മുവഹിദുകളായി കാണാൻ മനസ്സ് ആഗ്രഹിക്കണം. ആ ആഗ്രഹമാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകൻ ഇസ്മാഈലിനെ കഅബാലയത്തിന്റെ സമീപത്ത് കൊണ്ടുപോയി അവിടെ പാർപ്പിച്ച് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം നിർവഹിക്കുന്ന ദുആ സൂറത്ത് ഇബ്രാഹിമിന്റെ 35-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, റബ്ബേ എന്റെ മോനെ ഇവിടെ കൊണ്ടുവന്നാക്കി. എന്തിനാണെന്നറിയോ? വിഗ്രഹങ്ങളെ ആരാധിക്കാതിരിക്കാൻ, വിഗ്രഹാരാധന നിർവഹിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി. ഒരു പുൽനാമ്പുകൾ പോലും മുളക്കാത്ത ഈ കരിമ്പാറ കൂട്ടങ്ങൾ മാത്രമുള്ള ഈ പ്രദേശത്ത് എന്റെ സന്തതി തലമുറയെ റബ്ബേ ഞാൻ ഇവിടെ പാർപ്പിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെ കുറിച്ചുള്ള ഒരു സ്വപ്നമാണത്. ആ സ്വപ്നത്തിന്റെ ഉടമകളായിരിക്കണം നമ്മൾ. അവർക്ക് വേണ്ടി നിരന്തരമായി മരണം വരെ നിരന്തരമായി പ്രാർത്ഥിക്കുന്ന ആളുകളായിരിക്കണം നമ്മൾ. ആ പ്രാർത്ഥനയ്ക്കുള്ള ഉദാഹരണങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ കാണാം. റബ്ബേ റബ്ബി ജഅൽനി മുഖീമസ്സലാത്ത് വമിൻ ദുരിയതി, എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ, എന്റെ മക്കളെയും അങ്ങനെ ആക്കണമേ എന്ന് ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥന. എത്ര ആളുകൾ എന്റെ മക്കളെ നീ നമസ്കാരം നിലനിർത്തുന്ന, നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് സഹോദരന്മാർ. ഞാൻ പറഞ്ഞു വന്നത് മരണം കൊണ്ടുള്ള വേർപെടൽ, ആ വേർപെടൽ സംഭവിക്കുന്നതിന് മുൻപ് മാതാപിതാക്കൾ മക്കളോട് നിർവഹിക്കപ്പെടേണ്ട ആ ബാധ്യതകളെ സംബന്ധിച്ച് തിരിച്ചറിവുണ്ടാവുകയും എന്നിട്ട് ശക്തവും വ്യക്തവുമായ ഇടപെടലുകൾ ഉണ്ടാവണം. നേരെ തിരിച്ചും മാതാപിതാക്കളോട് മക്കൾക്കുള്ള ബാധ്യത വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു, ബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് ഇഹ്സാൻ, ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നിടത്ത്, സംസാരിക്കുന്നിടത്ത്, ഇടപെടുന്നിടത്ത് വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ എന്ന് നിങ്ങൾ അവരോട് പറയരുത്. പ്രായം ചെന്നാൽ ചെയ്തു തന്നെ ചെയ്യും, വീണ്ടും അത് തന്നെ ചെയ്യും. അരുതെന്ന് പറഞ്ഞാൽ വീണ്ടും ചെയ്യും, ചോദിച്ചു തന്നെ ചോദിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയാണ് 70, 75 ഒക്കെ അങ്ങോട്ട് പിന്നിട്ടാൽ അല്പം ചില രോഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ സംഭവിച്ചു പോകാറുള്ളത് കുടുംബങ്ങൾക്കകത്ത്. പക്ഷേ വിശുദ്ധ ഖുർആനിന്റെ നസ്സായ ഖണ്ഡിതമായ കൽപ്പനയാണ് സൂറത്ത് ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്തിലൂടെ മാതാപിതാക്കളോട് അങ്ങനെ പെരുമാറരുതെന്ന്.
പണ്ഡിതന്മാർ ബിർറുൽ വാലിദൈൻ വിശദമായി വിശദീകരിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് വന്ന ആളുകളോട് റസൂലുള്ളാഹി തിരിച്ചയച്ചിട്ടുണ്ട്, ജിഹാദ് ചെയ്യണ്ട, നിങ്ങൾ വീട്ടിൽ പോയി മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണമെന്ന്. അവർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സഹായികളായി നമ്മൾ വർത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ തൊഴിലിടങ്ങളിൽ നിന്ന് സമയങ്ങളെ കണ്ടെത്തി, നമ്മുടെ കച്ചവട കേന്ദ്രങ്ങളിൽ നിന്ന് സമയങ്ങളെ വെട്ടിച്ചുരുക്കി വൃദ്ധരായ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കേണ്ട കാലം ഒരുപാട് അതിക്രമിച്ചിട്ടുണ്ട് എന്ന് എന്റെ പ്രിയപ്പെട്ട യൗവനത്തോട്, യുവാക്കളോട്, കുട്ടികളോട് ഞാൻ പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്. മരണം വിടുന്നതിന് സംഭവിക്കും. പിന്നീട് 4 ദിവസം 3 ദിവസം ഇരുന്ന് നിരാശയോടുകൂടിയുള്ള കരച്ചിലിന് അതിന് വലിയ കാര്യമൊന്നും ഉണ്ടാവുകയില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ദുആന് വളരെ കൃത്യമായ മാതൃകകൾ സൂറത്ത് ഇബ്രാഹിമിന്റെ 41-ാമത്തെ ആയത്തിൽ ഇബ്രാഹിം നബി തന്റെ പിതാവിന് വേണ്ടി നിർവഹിച്ച ദുആ, സൂറത്ത് നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിച്ച ദുആ, നിരവധി ദുആകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തിരുനാവിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി നിർവഹിക്കേണ്ട ദുആ സൂറത്ത് ഇസ്രാഇന്റെ 23-ാമത്തെ ആയത്തിൽ അവർക്ക് റഹ്മത്തിന് വേണ്ടി റബ്ബിർഹംഹുമ കമാ റബ്ബയാനി സഗീറ എന്ന് പഠിപ്പിക്കുന്ന പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ പാപമോചനത്തിന് വേണ്ടി, അവരുടെ ശാരീരികമായ സൗഖ്യത്തിന് വേണ്ടി, അവരുടെ രോഗവിമുക്തിക്ക് വേണ്ടി, അവരുടെ എല്ലാവിധ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി നിരന്തരമായി ദുആ ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറേണ്ടതുണ്ട്. അവർ മരണപ്പെട്ടു പോയാൽ അവരുടെ ഖബറുകളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പാപമോചനത്തട്ടം നടത്തുക എന്നത് മക്കളുടെ ബാധ്യതയായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിച്ചതാണ്. അവർ മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിനോട് അവർ ബാക്കിയാക്കിയ കടപ്പാടുകൾ, സകാത്ത് ബാക്കിയുണ്ടാകാം, ഹജ്ജ് ബാക്കിയുണ്ടാകാം, അവരുടെ നേർച്ചകൾ ബാക്കിയുണ്ടാകാം, അവരുടെ വസിയത്തുകൾ നിലനിൽക്കുന്നുണ്ടാകാം. എന്താണോ റബ്ബിനോടുള്ള ഹക്കുകൾ ബാക്കിയാക്കിക്കൊണ്ട് തന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയത് അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ബിർറുൽ വാലിദൈനിന്റെ ഭാഗമായി കൊണ്ട് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതാണ്. അതിന് അവർ നിരവധി ആയത്തുകളും ഹദീസുകളും തെളിവായി ഉദ്ധരിക്കുന്നത് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത്, മരണം കൊണ്ടുള്ള വേർപെടലിനു മുൻപ് പൂർത്തീകരിക്കേണ്ട ബാധ്യതകൾ, അത് മാതാപിതാക്കൾ മക്കളോടായിരുന്നാലും ശരി, മക്കൾ മാതാപിതാക്കളോടായിരുന്നാലും ശരി, അത് പൂർത്തീകരിക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു തിരക്കുകൂട്ടൽ നമ്മുടെ ഭാഗത്ത് ഇല്ലാതെ പോയാൽ ഉടനെയുള്ള മരണങ്ങൾ വലിയ നിരാശ നമുക്ക് ഉണ്ടാക്കി തരാൻ കാരണമായി തീരും എന്ന് തിരിച്ചറിയുക. അള്ളാഹു ഏറ്റവും ഉത്തമമായ നിലയിൽ പരസ്പരമുള്ള മാതാപിതാക്കൾ പരസ്പരമുള്ള ബാധ്യതകൾ നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി കമാ റബ്ബനാ വസ്സലാത്തു വസ്സലാമു അലതമ്മാനിൽ അക്മലാൻ ഖാതിമുൽ അംബിയാഇ വൽ മുർസലീൻ മുഹമ്മദിൻ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും വഇയ്യായ സാനിയൻ ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക. ബാധ്യതകൾ നിർവഹിക്കുന്നിടത്തുള്ള ഒരു വലിയ വിശാലമായ മേഖലയാണ് ഭർത്താവ് ഭാര്യയോട്, ഭാര്യ ഭർത്താവിനോട് നിർവഹിക്കപ്പെടേണ്ടത്. റസൂലുള്ളാഹി തന്റെ ഹജ്ജത്തുൽ വദാഇന്റെ സംസാരത്തിൽ സ്ത്രീകളെ സംരക്ഷിക്കേണ്ടതിന്റെ ഗൗരവത്തെ അവസാന വസിയ്യത്തുകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി റസൂലുള്ളാഹി എടുത്തു പറയുന്നുണ്ട്. സ്ത്രീകൾ നിങ്ങളുടെ നിയന്ത്രണത്തിൽ, ആ നിയന്ത്രണം നിങ്ങളുടെ കഫാലത്തിലേക്ക്, സംരക്ഷണത്തിലേക്ക് അവർ വന്നത് ഒരു വലിയ കരാറിന്റെ അടിസ്ഥാനം. ആ കരാറിന് ഇസ്ലാമിൽ വലിയ മൂല്യമുണ്ട്. ശക്തിമത്തായ കരാർ, മീസാഖൻ ഗലീള എന്നാണ് ഖുർആൻ വിവാഹ ഉടമ്പടിയെ, അഹദിനെ സംബന്ധിച്ച് പരിചയപ്പെടുന്നത്. ഇന്ന് കുടുംബ സാഹചര്യങ്ങൾ അത് ഏറെ താറുമാറിലായ ഒരു കാലഘട്ടം. അടിസ്ഥാനപരമായ കാരണം പരസ്പരം മനസ്സിലാക്കുന്നിടത്ത്, പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുന്നിടത്ത്, പരസ്പരം ക്ഷമിക്കുന്നിടത്ത് ഒക്കെ വരുത്തുന്ന വീഴ്ചകൾ, ചെറിയ ചെറിയ കാര്യങ്ങളെപ്പോലും മറക്കാനോ പൊറുക്കാനോ വിട്ടുവീഴ്ച ചെയ്യാനോ സന്നദ്ധരല്ലാത്ത കുടുസായ മനസ്സിന്റെ ഉടമകളായി
നമ്മുടെ സഹോദരന്മാർ നാം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന്. വിശാലമായ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മൾ മാറുകയും കുടുംബജീവിതത്തിനകത്ത് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത പ്രതികരണങ്ങൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച ഉപദേശങ്ങൾ നമ്മുടെ ഓർമ്മയിലേക്ക് വരേണ്ടതുണ്ട്. സ്ത്രീകളുടെ സൃഷ്ടിപ്പിൽ അതിനൊരു വളവുണ്ട്. ചില കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞത് അതേ അപ്പടി അനുസരിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ അനുസരിച്ചേക്കാം, പിന്നെയും അതേ കാര്യം അതേപടി ചെയ്യുന്നത് കാണാം. അപ്പോഴും ഒന്ന് ദേഷ്യപ്പെട്ട് വച്ചിട്ടാൽ അപ്പോൾ അനുസരിച്ചേക്കാം, വീണ്ടും അത് അതേപടി ചെയ്യുന്നത് കാണാം. അത് സൃഷ്ടിപ്പ് അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കണ്ടാൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏറെ സ്വഭാവ ഗുണവിശേഷണങ്ങൾ അവളിലുണ്ട്, അത് മനസ്സിലാക്കാൻ സാധിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോ സംരക്ഷിക്കേണ്ടത് മുഴുവൻ സംരക്ഷിക്കുന്നവൾ, തിരിച്ചു ചെല്ലുമ്പോൾ ഭക്ഷണം തയ്യാറാക്കി, വസ്ത്രങ്ങൾ നാളെ രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അണിയേണ്ട വസ്ത്രം അത് അലക്കി വൃത്തിയാക്കി അയൺ ചെയ്ത് മടക്കി കയ്യിലേക്ക് തരുമ്പോൾ ഇതൊരു ക്വാളിറ്റിയാണ്. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഭർത്താക്കന്മാർക്കുണ്ടായിരിക്കും. അങ്ങോട്ട് കൊടുക്കേണ്ട എന്തൊക്കെയുണ്ടോ ഹക്കുകൾ, ആ ഹക്കുകൾ മുഴുവൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പൂർത്തീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. ആധുനികമായ സാമൂഹിക മാധ്യമങ്ങളുടെ വളർച്ച അത് പലപ്പോഴും ചിന്താഗതികളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഭർത്താവിന്റെ സഹായമില്ലാതെ തന്നെ സ്വയം ജീവിക്കാൻ സാധിക്കുമെന്നൊക്കെ പുതുതലമുറ ചിന്തിക്കുന്ന കാലഘട്ടം. കല്യാണമൊന്നും വേണ്ട, ഇപ്പൊ വേണ്ട, ജോലി കിട്ടിയിട്ട് മതി എന്നൊക്കെ പെൺകുട്ടികൾ ചിന്തിക്കുന്നത് പലപ്പോഴും വീടിനകത്ത് ഉമ്മമാർ ഉപ്പമാരുടെ ചൊൽപ്പടിയിൽ നിന്നുകൊണ്ട് സ്വന്തം ആവശ്യത്തിനുള്ള പണം, അനിവാര്യമായ ആവശ്യങ്ങൾക്കുള്ള പണം പോലും സുലഭമായി തന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ലാതെ ഒക്കെ കാണുമ്പോ ഒരു സെൽഫ് സ്റ്റാൻഡിങ്, അതിനെക്കുറിച്ച് പെൺകുട്ടികൾ ചിന്തിച്ചു പോവുക. നമ്മെ കണ്ട് മാതാപിതാക്കളെ കണ്ടുകൊണ്ടാണ് മക്കൾ വളരുന്നത്. അതൊരു സ്വാഭാവിക പ്രക്രിയ മാത്രമാണ് എന്നൊരു തിരിച്ചറിവുണ്ടാവണം. പരസ്പരം കൊടുക്കേണ്ട ശാരീരികമായ അവകാശങ്ങൾ, സാമ്പത്തികമായ അവകാശങ്ങൾ, സ്വാതന്ത്ര്യങ്ങൾ ആരെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ ഇവിടെ വെച്ച് തിരുത്തിക്കൊള്ളണം. പുരുഷന്റെ കീഴിൽ, അവന്റെ ഒരു വടിക്ക് കീഴിൽ, അവന്റെ ചൂണ്ടുവിരലിന് കീഴിൽ ഒരു സ്വാതന്ത്ര്യവുമില്ലാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവളാണ് ഇസ്ലാമിലെ സ്ത്രീ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ ആ തെറ്റിദ്ധാരണ തിരുത്തിക്കൊള്ളുക. ഇസ്ലാമിൽ സമ്പൂർണമായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ട വിഭാഗമാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് ഇസ്ലാം ജനിക്കാനും വളരാനും ജീവിക്കാനും സമ്പാദിക്കാനും വിദ്യാഭ്യാസം നേടാനും എല്ലാറ്റിനുമുള്ള സ്വാതന്ത്ര്യം, ആരാധനാപരമായ സ്വാതന്ത്ര്യം വകവെച്ച് നൽകിയിട്ടുണ്ട്. ചില നിയന്ത്രണങ്ങളുണ്ട്. അത് അവളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, അത് ഈ സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. മറിച്ച് അത് കെട്ടിയിടപ്പെടാനുള്ളതാണ് എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകേണ്ടതില്ല. പലപ്പോഴും ഇന്നത്തെ കാലത്തിൻ്റെതായ ഒരു കുത്തൊഴുക്കിൽ പരസ്പരം ശാരീരികമായി വകവെച്ച് നൽകേണ്ട അവകാശങ്ങൾ പോലും വകവെച്ച് നൽകാതെ, ത്വലാഖ് ചെയ്യപ്പെടാതെ വീടിനകത്ത് കെട്ടിയിടപ്പെടുന്ന എത്രയോ സ്ത്രീകളുണ്ട്. പരാതികൾ, നിരന്തരമായ പരാതികൾ ആ വിഷയത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലായിടങ്ങളിലേക്കും, ഡോക്ടർമാരിലേക്ക്, കൗൺസിലർമാരിലേക്ക്, മതപണ്ഡിതന്മാരിലേക്ക്, കുടുംബത്തിനകത്ത് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിലേക്ക് ഒരു സഹോദരി വന്നുകൊണ്ട് പരാതി പറയുകയാണ്. ഇന്ന സൗജി യഖുമുൽ ലൈൽ വയസൂമുൻ നഹാർ. എന്റെ ഭർത്താവ്, അദ്ദേഹം രാത്രി മുഴുവൻ നമസ്കാരത്തില, അദ്ദേഹം എല്ലാ പകലിലും നോമ്പില. ദേഷ്യം പിടിച്ചു ഉമർ റളിയല്ലാഹു അൻഹുവിനെ. ഇനി ആളുകൾ നോമ്പെടുക്കുന്നതും ആളുകൾ രാത്രി നിസ്കരിക്കണോ ഞാൻ തടയണോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. എന്താണ് ഈ സഹോദരി പറഞ്ഞത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാവാതെ പോയി. ദിവസങ്ങൾ പിന്നിട്ട് അതേ സഹോദരി വീണ്ടും പരാതിയുമായി വന്ന് ഇതേ വാചകം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുൻപിൽ വെച്ച് ആവർത്തിക്കുകയാണ്. അപ്പോഴും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം ഇത് തന്നെയായിരുന്നു. ആ സാധു സ്ത്രീ അവര് തിരിച്ചുപോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന കഅബ് ബിനു സുവർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ വളരെ തന്മയത്വത്തോടുകൂടി ക്ഷമയോടുകൂടി ഇങ്ങനെ ആവലാതി ബോധിപ്പിച്ച ഒരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്ത് പരാതി, എന്ത് ആവലാതി അവര് പറഞ്ഞത്? അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അവർ പറയുന്നത് അവരുടെ ഭർത്താവിനെ സംബന്ധിച്ചുള്ള പരാതിയാണ്. അദ്ദേഹം കുടുംബജീവിതം നയിക്കുന്നില്ല, ബെഡ്റൂമിലേക്ക് ചെല്ലുന്നില്ല, അദ്ദേഹം രാത്രി പൂർണ്ണമായും നമസ്കാരത്തില, അദ്ദേഹം പകല് പൂർണ്ണമായും നോമ്പിലാണുള്ളത്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചറിവുണ്ടാകും. ആ സ്ത്രീയെ വിളിച്ചു വരുത്തി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്?
വിശദമായി സംസാരിച്ചു, വിശദമായി കേട്ടു. ഈ പരാതിയാണ് ആ സ്ത്രീ പറഞ്ഞത് എന്ന് തിരിച്ചറിഞ്ഞ കഅബ് ബിൻ സുവർ റളിയല്ലാഹു അൻഹുവിനോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്കാണല്ലോ പരാതി ബോധ്യപ്പെട്ടത്, ഈ വിഷയത്തിൽ നിങ്ങൾ തന്നെ വിധി പറയണം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അമീറുൽ മുഅ്മിനീനാണ്, ഭരണസിരാ കേന്ദ്രത്തിന്റെ എല്ലാ കാര്യങ്ങളും നേതൃത്വം നൽകുന്നു, ഞാൻ എങ്ങനെ വിധി പറയും? അല്ല, ഈ വിഷയം പരാതി പറഞ്ഞപ്പോ അതുപോലും മനസ്സിലാക്കുന്നിടത്ത് ഞാൻ പരാജയപ്പെട്ടു പോയി, നിങ്ങൾ വിധി പറയണം. അദ്ദേഹം ഒന്നിങ്ങനെ ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് 4 ഭാര്യമാർ ഉണ്ടായിരുന്നുവെങ്കിൽ ഓരോ ദിവസവും ഓരോ ഭാര്യമാർക്കുള്ളത്, അതുകൊണ്ട് അദ്ദേഹം 3 ദിവസം തുടർച്ചയായി നോമ്പെടുക്കട്ടെ, ആ 3 ദിവസവും രാത്രി പൂർണ്ണമായി നമസ്കരിക്കുകയും ചെയ്യട്ടെ, 4ാമത്തെ ദിവസം പൂർണ്ണമായി ഈ സ്ത്രീയുടെ ഹക്കിൽപ്പെട്ടതാണ്, അവർക്ക് വകവെച്ച് നൽകുന്നു. അദ്ദേഹത്തിന്റെ ഹുക്കുമായിരുന്നു അത്. ആ 4ാമത്തെ ദിവസം അദ്ദേഹത്തിന് നോമ്പെടുക്കണമെങ്കിൽ, നമസ്കരിക്കണമെങ്കിൽ ഇവരുടെ അനുവാദം കിട്ടേണ്ടത്. അന്തപ്പെട്ടുപോയി ഉമർ റളിയല്ലാഹു. അവിടെ വെച്ച് കുറെ കുഴപ്പങ്ങളുടെ ഫിത്നകളുടെ കേന്ദ്രമായിരുന്നു കൂഫ. കൂഫയിലേക്കുള്ള ഗവർണറും കൂഫയിലേക്കുള്ള ഖാദിയായിക്കൊണ്ട് കഅബ് ബിൻ സുവൈർ റളിയല്ലാഹു അൻഹുവിനെ ഉമർ റളിയല്ലാഹു അപ്പൊ തന്നെ അപ്പോയിന്റ് ചെയ്യാണ്. അവിടുത്തെ പ്രശ്നം തീർക്കാൻ ഇമാതിരി സാധനങ്ങളാണ് നല്ലത് എന്ന് അദ്ദേഹത്തിന് നല്ലൊരു തിരിച്ചറിവുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള പരസ്പര ബാധ്യതകൾ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പരസ്പര ബാധ്യതകൾ, ഇത് വേർപെടുന്നതിന്റെ മുൻപ് പൂർത്തിയാണ്. വേർപെടൽ അതിങ്ങനെ പൊടുന്നനെ നമ്മുടെ സഹോദരന്മാർ കുറേ മരണങ്ങൾ, ഓരോരുത്തരും പ്രത്യേകമായി എടുത്തു പറയുന്നില്ല, 4-5 മരണങ്ങൾ കമ്മിറ്റിയുടെ പ്രവർത്തകരുമായി നമ്മുടെ സഹോദരന്മാരുമായൊക്കെ ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അടുത്ത ബന്ധുക്കളുടെ മരണ വാർത്തകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുൻപ് അവൻ നമ്മിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോയ ആളുകൾക്ക് പൂർണ്ണമായ മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുന്നു. അവരുടെ ബർസഖി ജീവിതത്തെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുമാറാണ്. ഹിസാബിനെ, വിചാരണയെ എളുപ്പമാക്കി പാപങ്ങളെല്ലാം പൊറുക്കപ്പെട്ട് നരകത്തിൽ നിന്ന് മോചനം നൽകി അല്ലാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാണ്. നമ്മെയും അവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാണ്. മരണപ്പെടുന്നതിന് മുൻപ്, പരസ്പരം വേർപിരിയുന്നതിന് മുൻപ് ബാധ്യതകളെല്ലാം പൂർത്തിയാക്കാനുള്ള തൗഫീഖിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين وأذل الكفر والكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على محمد وسلم والحمد لله رب العالمين.